ഞാനൊരു ഫുട്ബോൾ ഫാനാണ്. മെസ്സിയെ പോലെ ആവണം, മെസ്സിയെ പോലെ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മെസ്സിയെയാണ് ഞാൻ അനുകരിക്കുന്നത്. SSC തന്നെ GD ഒക്കെ കിട്ടാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് കിട്ടും. പക്ഷേ GDയുടെ പ്രായം 23 വയസ്സാണ്. അപ്പോൾ 25 വയസ്സാകുമ്പോഴേക്കൊക്കെ തന്നെ അത് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇനി ഇന്ന ആളുടെ കണക്കാവണം, അല്ലെങ്കിൽ അങ്ങനെ വല്ല അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് പറയാം. അമ്മയുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അപ്പൊ ഈ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു സന്തോഷം അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് രണ്ടുപേർക്ക് ഒരുമിച്ച് ജോലി കിട്ടിയതാണ്. അപ്പൊ അതെന്തുവായിരുന്നു? അമ്മയ്ക്ക് മുമ്പേ അറിയാവുന്നതായിരിക്കും കിട്ടുമെന്ന്, ഒരുമിച്ച് കിട്ടുമെന്ന് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട്. ഉണ്ട്. നോൺ ടെക്നിക്കൽ ക്വാളിഫൈ ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ടെക്നിക്കൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പം ടെക്നിക്കൽ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ടെക്നിക്കൽ നോളജ് കുറച്ചെങ്കിലും ഉണ്ടാവും. പക്ഷെ നോൺ ടെക്നിക്കൽ അത് അയാൾക്ക് ഒട്ടും അറിയത്തില്ലായിരിക്കും. ഞാൻ ദിശ അക്കാഡമിയുടെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അന്നേരം ഇവര് കൊല്ലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞത്. റെയിൽവേ എക്സാംസ് ഇപ്പൊ എല്ലാ വർഷവും വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ റെയിൽവേയുടെ എക്സാംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത്തരത്തിൽ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്ലിയർ ചെയ്ത ജിബിൻ എന്ന് പറയുന്ന ഒരാളെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ദിശ അക്കാഡമിയുടെ സ്വന്തം സ്റ്റുഡൻ്റ് ആയ ജിബിൻ. അപ്പോൾ ജിബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ജിബിൻ. അപ്പോൾ ജിബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജിബിൻ പറയാമോ? അതായത് ജിബിൻ്റെ വീട്, സ്ഥലം, പേര് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഞാൻ കൊല്ലംകാരനാണ്. കൊല്ലത്ത് കുമ്പളം എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്, അനിയനുണ്ട്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ട്വിൻ ബ്രദറാണ്. പിന്നെ അനിയനുണ്ട്. അമ്മ കോളേജ് എഡ്യൂക്കേഷനിൽ UD ടൈപ്പിസ്റ്റാണ്. ട്വിൻ ബ്രദർ ഇപ്പം എൻ്റെ കൂടെ തന്നെ RRB JEE ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അനിയൻ PSC കോച്ചിങ്ങിനാണ് പോകുന്നത്. അവൻ ഇപ്പം CPOയുടെ അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ഗവൺമെന്റ് ജോബ് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജിബിനെ സംബന്ധിച്ച് ജിബിന് വളരെ ചെറിയ ഒരു ഏജേ ഉള്ളൂ, 24 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് 24 ആയപ്പോൾ തന്നെ ഇത്രയും നല്ല റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ പോലൊരു വലിയ പോസ്റ്റ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം ജിബിന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. ജിബിന്റെ പഠിച്ചതൊക്കെ എവിടെയാണ്? ജിബിൻ എന്താണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ പഠിച്ചത്. ബ്രദറും കൂടെ ഉണ്ടായിരുന്നു? അവനും ഒരു ക്ലാസ്സിലായിരുന്നു. രണ്ടുപേരും ഒരു. അപ്പൊ അതെങ്ങനെയായിരുന്നു നിങ്ങൾ ഈ എൻട്രൻസ് എഴുതിയതും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതൊരു കൗതുകമായിരിക്കുമല്ലോ. എൻട്രൻസ് എഴുതിയതും എല്ലാം ഒരുമിച്ചായിരുന്നു അഡ്മിഷൻ കിട്ടിയത്. അത് നിങ്ങൾ ചെറിയ നാള് മുതലേ എല്ലാം ഒരുമിച്ച് തന്നെ പഠിച്ചു വരുന്നത്? അതെ. രണ്ടുപേരും 1ാം ക്ലാസ് തൊട്ട് എഞ്ചിനീയറിംഗ് വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അപ്പം +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതിയോ? ഒരുമിച്ചായിരുന്നു. എവിടെയാ ചെയ്തത് അതൊക്കെ? അത് ഇവിടെ കൊല്ലത്ത് ഒരു അക്കാഡമിയിൽ തന്നെ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി പഠിച്ചു. ഇപ്പൊ രണ്ടുപേർക്ക് റാങ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റാങ്ക് ഒരു 500 റാങ്കിന്റെ വ്യത്യാസം ഉള്ളായിരുന്നു. അപ്പൊ രണ്ടുപേരും ഒരേ കോഴ്സ് തന്നെ എടുത്തു. അപ്പൊ വളരെ ആത്മാർത്ഥമായ ഒരു ഇതായിരിക്കുമല്ലോ അല്ലേ? അപ്പം പഠിച്ചതും നിങ്ങൾ ഇങ്ങനെ ഈ JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്തതും ഒരേപോലെ ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്തു. അതൊരു തരത്തിൽ ഗുണവും ഉണ്ടായിട്ടുണ്ടല്ലേ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ചൊക്കെ അറിയാത്തത് തമ്മിൽ ചോദിക്കാനുള്ള ഒരു എക്സാം ഇതൊക്കെ. രണ്ടുപേർക്കും റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പൊ ജിബിന് കിട്ടിയതാന്ന് പറയാം? എനിക്കിപ്പോ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയി കിട്ടിയേക്കുന്ന ട്രാക്ഷൻ റോളിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്. അവനിപ്പോൾ കിട്ടിയേക്കുന്നത് മെക്കാനിക്കൽ തന്നെ CNW കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. മെക്കാനിക്കലുകാർക്ക് ഇലക്ട്രിക്കലിന്റെ പരീക്ഷ എഴുതാൻ പറ്റും അല്ലേ? JEEയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2 ഡിപ്പാർട്ട്മെന്റിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ പഠിച്ച ഒരാൾക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റും അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അതൊരു രണ്ടുപേർക്കും അപ്പൊ ഒരുമിച്ച് ബിടെക് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടിയുള്ള ഈ ഒരു പ്രിപ്പറേഷൻ, ഈ RRB JEE എന്നുള്ളൊരു തോട്ട് എങ്ങനെ മൈൻഡിൽ വന്നത്? കോളേജ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴേക്കകത്ത് ഇങ്ങനെ യൂട്യൂബിലും അങ്ങനെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ റെയിൽവേ 5 വർഷത്തിന് ശേഷം വിളിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്. 2019 നല്ല വേക്കൻസി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോഴേക്കകത്ത് അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം ഈ RRB JEE തന്നെയാണോ അതോ ടെക്നിക്കൽ സൈഡിൽ ജോലി ചെയ്യണമെന്നായിരുന്നോ അതോ നോൺ ബിടെക് പഠിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ടെക്നിക്കൽ ആയിരുന്നോ താല്പര്യം അതോ നോൺ ടെക്നിക്കൽ സൈഡിലോട്ട് പോകണമെന്നായിരുന്നു? ഞാൻ പഠിച്ചിറങ്ങിയ സമയം ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി ടെക്നിക്കൽ നോളജ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കകത്ത് ടെക്നിക്കൽ തന്നെ നോക്കാമെന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ. അപ്പം റെയിൽവേ ജൂനിയർ എഞ്ചിനീയറിനെ പറ്റി കേട്ടപ്പോൾ അതിനകത്ത് നോൺ ടെക്നിക്കൽ വലിയൊരു സൈഡാണ്. പ്രത്യേകിച്ച് Tier 1 ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നോൺ ടെക്നിക്കൽ പഠിക്കണം. അപ്പം നോൺ ടെക്നിക്കൽ പഠിക്കണം എന്നുള്ളതിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അതോ ഞാൻ പാടായിട്ട് തോന്നി? ഈ ഇതിന്റെ സിലബസ് എടുത്ത് നോക്കിയപ്പോഴേക്കും ഫസ്റ്റ് ടയർ ഫുള്ള് നോൺ ടെക്നിക്കലാണ്, സെക്കൻഡ് ടയറിലേ വരുന്നുള്ളൂ ടെക്നിക്കൽ സബ്ജക്റ്റ്. അപ്പം നോൺ ടെക്നിക്കൽ നോക്കിയപ്പോൾ മാത്സും റീസണിങ്ങും GKയും സയൻസും ഒക്കെയാണ് വരുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഇതായതുകൊണ്ട് ഞാൻ
ടെക്നിക്കൽ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റീസണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ബിടെക്കാരെ സംബന്ധിച്ച് അതൊരു വലിയൊരു അഡ്വാൻറ്റേജുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിലോട്ട് ചിന്തിക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, എങ്ങനെയാ ദിശ അക്കാഡമിയിലോട്ട് വന്നത്? അതുകൂടെ ഒന്ന് പറയാം. ഞാൻ ആദ്യം വീട്ടിലിരുന്നായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ വീട്ടിലിരുന്ന് പഠിക്കുന്നതെന്ന് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു തുടങ്ങുന്ന ഒരാൾക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളില്ല. അപ്പം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ ദിശ അക്കാഡമിയുടെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ അന്നേരം ഇവർ കൊല്ലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ കൊല്ലത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ കടപ്പാക്കടയിൽ കണ്ടു ബോർഡ് കണ്ടു. അപ്പം പോയി ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ വീടിന് അടുത്താണ്, പോയി വരാം, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിനക്ക് ഈ ഒരു എത്ര ടൈം നീ ഒരു നോൺ ടെക്നിക്കൽ പഠിക്കാൻ ടോട്ടൽ എടുത്തിട്ടുണ്ടാവും? നോൺ ടെക്നിക്കൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു 5-6 മാസം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ടെക്നിക്കലും പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോൺ ടെക്നിക്കൽ എക്സാം വരുന്നതിന് മുമ്പ് 1-2 മാസം മുമ്പ് ഞാൻ നോൺ ടെക്നിക്കൽ മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. നോൺ ടെക്നിക്കൽ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നോൺ ടെക്നിക്കൽ നിനക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയായിരുന്നു? പറ്റിയിട്ടുണ്ടോ? 80-81 മാർക്ക് വന്നിട്ടുണ്ട്. അവന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? അവന് 79 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പൊ അത് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു അപ്പം ഈ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഇപ്പൊ റെയിൽവേ എക്സാം, പ്രത്യേകിച്ച് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ജിബിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? എടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഇതില് ടെക്നിക്കലും നോൺ ടെക്നിക്കലും സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടും ഒരേ രീതിയിൽ പഠിച്ചു തുടങ്ങണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ നോൺ ടെക്നിക്കൽ ക്വാളിഫൈ ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ടെക്നിക്കൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പം ടെക്നിക്കൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ടെക്നിക്കൽ നോളജ് കുറച്ചെങ്കിലും ഉണ്ടാവും. പക്ഷേ നോൺ ടെക്നിക്കൽ അത് അയാൾക്ക് ഒട്ടും അറിയത്തില്ലായിരിക്കും. ഈസി ആണെങ്കിൽ പോലും അത് ചെയ്തു നോക്കാത്ത ഒരാൾക്ക് അത് അറിയത്തില്ല. അപ്പം ആദ്യം നമ്മൾ നോൺ ടെക്നിക്കൽ നല്ലവണ്ണം പഠിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടെക്നിക്കലും കൊണ്ടുപോയാൽ നമുക്ക് ഈ RRBയിലെ ഫൈനൽ ലിസ്റ്റിൽ വരാൻ പറ്റും. എന്ന് വെച്ചാൽ നോൺ ടെക്നിക്കലിൻ്റെ റിസൾട്ട് വന്ന ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസമേ സമയം കിട്ടത്തുള്ളൂ CBT 2-ന് വേണ്ടി. അപ്പോൾ അതിനുള്ളിൽ ഈ ടെക്നിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ഒരു 10 സബ്ജക്റ്റ് 12 സബ്ജക്റ്റ് ഉണ്ട്. 12 സബ്ജക്റ്റ് 2 മാസത്തിനുള്ളിൽ പഠിച്ചു തീർക്കുന്നത് എളുപ്പമൊന്നുമല്ല. അപ്പൊ അതുകൂടെ ഇതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാനുള്ള ഒരു രീതി നിങ്ങൾ കീപ്പ് ചെയ്യണം. അതാണ് ജിബിന് പറയാനുള്ളത്, അല്ലേ? ഓക്കെ, അപ്പം നോൺ ടെക്നിക്കൽ മറ്റ് എക്സാമുകൾ വല്ലതും എഴുതിയിട്ടുണ്ടോ? ജിബിന് ഏതൊക്കെ എക്സാമുകൾ എഴുതി? നോൺ ടെക്നിക്കൽ CHSL-ഉം CGL-ഉം അതുപോലെ എല്ലാ എക്സാമും ഞാൻ റെയിൽവേയുടെ എക്സാമും എല്ലാം എഴുതാറുണ്ട്. ഇതിലേക്ക് വന്നപ്പോൾ നോൺ ടെക്നിക്കലും കൂടെ ട്രൈ ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയായി, അല്ലേ? ഓക്കെ, അതുകൊണ്ട് പിന്നെ അത് എഴുതാറുണ്ട്. പിന്നെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ അവിടുത്തെ ഒരു മെന്റാലിറ്റി, എക്സാമിന് ഇരിക്കുമ്പോൾ ഉള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വരാനായിട്ട് അത് വലിയൊരു കാര്യമാണ്. കാരണം പരീക്ഷകൾ എഴുതാതെ ഒരിക്കലും നമുക്ക് എക്സാമുകളെ കുറിച്ചൊരു ഐഡിയ കിട്ടത്തില്ല. അത് ഏത് എക്സാമും ആയിക്കോട്ടെ, നമ്മൾ കുറേ എക്സാംസ് പോയി എഴുതണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് പറയുകയാണ്, അല്ലേ? അപ്പോൾ അത് നമുക്കിനി അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു, നേരെ നമുക്ക് പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. അപ്പം വീട്ടിൽ ഇപ്പം നിങ്ങൾ 2 ട്വിൻസ് അല്ലാതെ വേറെ ആരുണ്ടെന്ന് പറഞ്ഞു? അനിയനുണ്ട്. അനിയൻ ഇപ്പൊ CPOയ്ക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുവാണ്, അല്ലേ? അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പം അമ്മയാണ് നിങ്ങളെ ഈ ഒരു കാര്യത്തിലേക്ക് ആരാ ഇതിലേക്ക് റൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് ഇത് ഇങ്ങനെ വിളിക്കുന്നെന്ന്, റെയിൽവേയുടെ എക്സാം വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ് കോച്ചിങ്ങിന് പോവാ. അമ്മയുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അപ്പൊ ഈ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ ഒരു സന്തോഷം അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് 2 പേർക്ക് ഒരുമിച്ച് ജോലി കിട്ടിയതാണ്. അപ്പൊ അതെന്തുവായിരുന്നു? അമ്മയ്ക്ക് മുമ്പേ അറിയാവുന്ന ആയിരിക്കും കിട്ടുമെന്ന്, ഒരുമിച്ച് കിട്ടുമെന്ന് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട്. ഉണ്ട്, സന്തോഷമായത്. നമ്മുടെ ബന്ധുക്കള് അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തുവായിരുന്നു? സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. നാട്ടില് നിങ്ങൾ അത്യാവശ്യം കമ്പനി അടിച്ച് നടക്കുന്ന ആൾക്കാരാണോ? വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കാനും എല്ലാം പോകാറുണ്ട്. രാത്രി അവിടെ ഞങ്ങൾക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പഠിപ്പിസ്റ്റുകൾ മാത്രമല്ല, അല്ല എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട്. നമ്മുടെ ഈ ലാസ്റ്റ് വീഡിയോ, നമ്മൾ നിഖിലിന്റെ വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ഇവര് നിങ്ങൾ ഈ എക്സാംസ് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഡിപ്രഷനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ? അത് ഇപ്പൊ നമ്മൾ കളിക്കാൻ പോകുമ്പോഴായാലും ഇപ്പൊ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് കുറച്ചുകൂടെ സന്തോഷം കിട്ടുന്ന ഒരു ഇതാണ്. അപ്പം ഈ സ്ട്രെസ്സും പഠിക്കുന്നതിന്റെ സ്ട്രെസ്സും എല്ലാം നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ആരെങ്കിലുമായിട്ട് ഫുട്ബോൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴോ ഇതെല്ലാം മാറി കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഗെയിംസ് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് റെഡിയാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു തന്നതാണ്, ഇപ്പം ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ ഇതിനു മുമ്പിട്ട്? ഒരുപാടല്ല, ഈ ഒരു വർഷത്തിനിടയ്ക്ക് വന്നിട്ടുള്ള പരീക്ഷകളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ചില എക്സാംസിന് ഇപ്പൊ മാർക്ക് കുറയുമ്പോൾ അടുത്തതിന് പിടിക്കാം എന്നൊരു വിശ്വാസം എങ്ങനെയാണ് ഈ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത്? എങ്ങനെയാണ് നമ്മളിപ്പോ ഓരോ എക്സാം എഴുതുമ്പോഴും നമ്മളിപ്പം
തോക്കുന്ന ആയിക്കോട്ടെ ജയിക്കുന്ന ആയിക്കോട്ടെ മാർക്ക് എത്ര ഉണ്ടെന്ന് അറിയുമ്പോഴേക്കത്ത് നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു ഇത് കോൺഫിഡൻസ് കിട്ടും, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തല്ലോ. അല്ല ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ അടുത്തതിൽ കൂടുമ്പോഴേക്കത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നോൺ ടെക്നിക്കൽ സ്ട്രോങ് ആക്കാനായിട്ട് സാധിച്ചായിരുന്നു അവിടുത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു? അതെ, നോൺ ടെക്നിക്കൽ സ്ട്രോങ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്സ് ആയാലും റീസണിങ് ആയാലും സയൻസും എല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് 81 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റി അല്ലേ? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ അതും ഈ നോൺ ടെക്നിക്കലിന്റെ മാർക്ക് നമുക്ക് ടയർ 2 അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിന് ഹെൽപ്പ് ചെയ്യൂ? ഇല്ല, പോസ്റ്റിന് ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷെ പോസ്റ്റിന് ക്വാളിഫൈ ആവണമെങ്കിൽ നമ്മൾ നോൺ ടെക്നിക്കലിന്റെ മാർക്കാണ് ആദ്യം എടുക്കുന്നത്. ആണ് അല്ലേ? അപ്പൊ നല്ല വൃത്തിയായിട്ട് അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇനി എന്താണ് ലൈഫിൽ ഇതിപ്പം ആഗ്രഹിച്ച് നേടിയെടുത്തൊരു ജോലിയാണോ, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടണം എന്ന് ഭയങ്കരമായിട്ട് ചിന്തിച്ചെടുത്ത ജോലിയാണോ, അതോ പെട്ടെന്ന് ആകസ്മികമായിട്ട് ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി, അങ്ങനെ കിട്ടിയതാണോ? അതൊന്ന് പറയാമോ? അങ്ങനെ ജോലി കിട്ടുന്നവരുണ്ടാകത്തില്ല. ഇത് കൂടുതൽ പേർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയതായിട്ട് PSCയെ കുറിച്ച് അറിയാമെങ്കിലും SSC റെയിൽവേയെ കുറിച്ചൊന്നും വലുതായിട്ട് എല്ലാവർക്കും അറിയത്തില്ല. എന്നോട് തന്നെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ റെയിൽവേ SSC ഒക്കെ പഠിച്ചിട്ട് ജോലി കിട്ടിയ ആരെങ്കിലും അറിയാവോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ. അത് സത്യമായ കാര്യം കേട്ടോ. നമ്മളിപ്പോൾ അക്കാഡമി 2019 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഫേസ് ചെയ്തിട്ടുണ്ട്. SSCയുടെ ക്ലാസ്സുകളാണ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ SSC എന്താണ് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. SSC CGL ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മിടുക്കന്മാരായ പിള്ളേരുണ്ട്. പക്ഷേ ഇത്തരം പരീക്ഷകളെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ രീതിയിലുള്ള ഗൈഡൻസോ കിട്ടാതിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പം ഇപ്പൊ ജിവിന് കിട്ടിയപ്പം ആ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടോ? അവിടെ കളിക്കാൻ വരുന്ന പിള്ളേരൊക്കെ ഇപ്പൊ ഇവിടെ കോച്ചിങ്ങിന് വരുന്നുണ്ട്. അവര് മനസ്സിലാക്കി അത് ഇത് പറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടായി. ഓക്കെ. അപ്പൊ ആ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ചൈൽഡ്ഹുഡ് ഞാൻ 10ാം ക്ലാസ് വരെ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ +2 വന്നപ്പോഴേക്ക് മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം ആയപ്പോഴേക്ക് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം +2 ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ, നോട്ട് എഴുതുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം. ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് കിട്ടാൻ പാടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ബുദ്ധിമുട്ട് വല്ലതും ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴും അതില് മലയാളം മീഡിയത്തിലാണ് പഠിച്ചതെന്നുള്ള ഒരു ഇത് ആവശ്യമില്ല. ഓക്കെ. നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി കൂടി. സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആളായിരുന്നു? ടോപ്പർ ആയിരുന്നോ അതോ ബാക്ക് ബെഞ്ചർ ആയിരുന്നോ? ടോപ്പർ അല്ല, അലമ്പൊക്കെ കാണിച്ചാണ്. കുറച്ചൊക്കെ അലമ്പ് കാണിക്കും, എന്നാലും പഠിക്കുമായിരുന്നു. ഓക്കെ. സ്കൂൾ ഏതായിരുന്നു? സ്കൂളിലാണ് പഠിച്ചത്? സ്കൂൾ ഇവിടെ 10 വരെ കുമ്പളത്ത് തന്നെ സ്കൂളിലാണ്, സെന്റ് മേരീസ് സ്കൂള്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് +2 സെന്റ് ആന്റണീസ് കാഞ്ഞിരകോട് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ സ്കൂൾസ് എല്ലാം +2 വരുമ്പോ പിന്നെ കോമൺ ആയല്ലോ. 10th വരെ മലയാളം മീഡിയത്തിലായിരുന്നു. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിലും നമ്മൾ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പൊ ഒരു റോൾ മോഡൽസ് ആക്കണം എന്ന് പഠിച്ച് നിങ്ങൾ ചൈൽഡ്ഹുഡിലൊക്കെ പഠിച്ചപ്പോൾ ഇനി ഇന്ന ആളുടെ കണക്കാവണം അല്ലെങ്കിൽ അങ്ങനെ വല്ല അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് പറയാമോ? ഞാനൊരു ഫുട്ബോൾ ഫാനാണ്. അപ്പൊ മെസ്സിയെ പോലെ ആവണം, മെസ്സിയെ പോലെ കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മെസ്സിയാണ് ഞാൻ അനുകരിക്കുന്നത്. അതാണൊക്കെ ഞാൻ മെസ്സി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ മെസ്സിയുടെ ഒരു ജീവിതം നമ്മൾ പിന്തുടരാറുണ്ട്. എന്ന് വെച്ചാൽ കൊച്ചിലെ മെസ്സിക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടും അതൊക്കെ ഓവർകം ചെയ്താണ് ലോകത്തിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് മാറിയത്. അപ്പം അതുപോലെ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനെല്ലാം ഓവർകം ചെയ്ത് വരാൻ പറ്റും. അത് തന്നെയാണ് ഞാനത് ആരെയും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും, അവർക്കൊരു സ്റ്റോറി ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ ഡീപ്ലി ഇൻസ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കയറി വരാനായിട്ട് പറ്റുകയും ചെയ്യുന്നത്. അത് മെസ്സി എന്ന് വെച്ചാൽ ലോകത്തുള്ള ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ളത്, ഒരുപാട് പേര് നെഞ്ചിൽ കൊണ്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ചിന്തകൾ നിങ്ങളുടെ ഊർജ്ജമായിട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അപ്പോ ഒരു നല്ല ഫുട്ബോളറാണോ? ഫുട്ബോൾ കളിക്കാറുണ്ട്, ഫുട്ബോൾ മാച്ച് കാണാറുണ്ട്. അത് ക്രിക്കറ്റിനേക്കാളും താല്പര്യം ഫുട്ബോളാണ് അല്ലേ? സ്ഥിരമായിട്ട് കളിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെ തളർന്നു വന്നാലും, ജീവിതത്തിൽ എത്ര തളർന്നാലും കയറി വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള ആളുകളുടെ ചിന്തയാണ്. അതുപോലെ ഈ അധ്യാപകരും ഇങ്ങനെ എല്ലാവരും നിങ്ങളെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കയറി വരാൻ ഭയങ്കര ഒരു ലൈഫിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ
ആൾക്കാർ PG എന്നൊക്കെ പറഞ്ഞ് നടക്കാം. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ നേടിയെടുത്തതിൻ്റെ ഒരു വലിപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പം 21 വയസ്സാവണം ഒരു ഡിഗ്രി കഴിയാൻ അല്ലെങ്കിൽ ഒരു ബിടെക് കഴിയാൻ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 വർഷം MTechനൊക്കെ പോയി അല്ലെങ്കിൽ PGക്കൊക്കെ പോയി സമയം കളയുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നീടൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി ചിന്തിച്ചൊക്കെ വരും, ജോലിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് വരുമ്പോൾ തന്നെ ചിലപ്പോൾ 25 വയസ്സൊക്കെ ആവുമായിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആവണം എന്ന് ചിന്തിക്കുന്നതിന് കുറേ. അപ്പോൾ ആ ഒരു പ്രായം എത്തിയപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ഈ ജോലിയിലേക്ക് എത്തി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ആ ഒരു പ്രായം എത്തുമ്പോൾ തന്നെ നമുക്ക് ചില എക്സാമുകൾ എഴുതാനുള്ള വയസ്സ് നമ്മുടെ കഴിഞ്ഞു പോകും. ഇപ്പം SSC തന്നെ GD ഒക്കെ കിട്ടാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് കിട്ടും. പക്ഷേ GD പ്രായം 23 വയസ്സാണ്. അപ്പൊ 25 വയസ്സാകുമ്പോഴേക്കൊക്കെ തന്നെ അത് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം ഉണ്ടായല്ലോ, അത് ഒരു നിസ്സാരമായ കാര്യമല്ല. ഇപ്പോഴും നമ്മൾ ഈ സക്സസ് വീഡിയോസ് നമ്മളത് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം ഞാനത് ജിബിനോട് പറയാനുണ്ടായി. കാര്യം എന്ന് വെച്ചാൽ കുറെ പേർക്ക് ഇത് ഇപ്പോഴും അറിയത്തില്ല. കുറെ പേര് ചിന്തിക്കുന്ന അത് അവരെ ആരും ഇപ്പം നീ പറഞ്ഞു നിന്നെ ഭയങ്കരമായി ഡീപ്ലി ഇൻസ്പയർ ചെയ്ത ചില ഇപ്പൊ മെസ്സിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ചിലർ ഒരു ലക്ഷ്യം ഇല്ലാതെ പോയിട്ട് അല്ലെങ്കിൽ എങ്ങനെ പോകണമെന്ന് നമുക്കിപ്പോൾ ചിലപ്പോൾ പലപ്പോഴും കോളേജുകളിലൊന്നും ഒരു പ്രോപ്പർ ഗൈഡൻസ് തരുന്നില്ല. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കോളേജിലല്ല, ഇത് പുറത്തുനിന്ന് നമ്മൾ അറിയേണ്ട കാര്യമാണ്. പക്ഷെ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നോ ഇല്ല, ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാ ഈ ഏജ് നീ പറഞ്ഞ പോലെ കഴിഞ്ഞു പോവുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് SSC ബാങ്കിങ് റെയിൽവേ എക്സാംസിനൊക്കെ ഒരു ഏജ് ഉണ്ട്. ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യങ്ങർ ഏജിൽ ജോലി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ടൊരു ജോലി കിട്ടുന്നതിനേക്കാളും 24, 25 അല്ലെങ്കിൽ ഒരു 30 വയസ്സിനകത്തൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമുള്ള അക്കാഡമിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെയധികം പ്രൗഡാണ്. കാരണം ഇപ്പം ജിബിൻ അങ്ങനെ ഒരു ജോലി കരസ്ഥമാക്കി അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടെ ആ ഒരു സക്സസ് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ജിബിനെ ഇനി ഈ പ്രിപ്പയർ ചെയ്ത രീതികൾ, അതായത് അതുകൂടെ ആണ് എനിക്കിനി അറിയാനുള്ളത്. RRB JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത രീതികൾ ഏതൊക്കെ സോഴ്സുകൾ വഴിയാണ് പഠിച്ചത്, അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ക്ലാസ്സിന് പോകാറുണ്ടായിരുന്നു ദിശ അക്കാഡമിയിൽ. നോൺ ടെക്നിക്കൽ ക്ലാസ്സിന് പോകും. അവിടെ പിന്നെ ഉച്ചവരെ ക്ലാസ്സും ഉച്ച കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വർക്കൗട്ട് സെഷനാണ്. അപ്പം അനക ചേച്ചിയും തസ്നി ചേച്ചിയൊക്കെ ആയിരിക്കും ചെയ്യിപ്പിക്കും. അവര് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുഴപ്പം തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അവരുടെ അടുത്ത് ചോദിച്ചാൽ അവര് ചെയ്യിപ്പിക്കും. പിന്നെ GK സെഷനൊക്കെ ആണെങ്കിൽ അവര് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയാതെ അവർ വിടാം. ക്വിസുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വിസുകളൊക്കെ ഉണ്ടായിരുന്നു, ആക്റ്റീവായിട്ട് പങ്കെടുക്കുമായിരുന്നു. ഓക്കെ. പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് അങ്ങനെ വല്ലതും പഠിച്ചു? ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ബുക്കായിട്ടൊന്നും നോൺ ടെക്നിക്കലിന് അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ ഇവിടുത്തെ മെറ്റീരിയൽ തന്നെ ഒരു 5-6 വട്ടം ചെയ്തിട്ടുണ്ട് ഓരോ മെറ്റീരിയലും. അത് വലിയൊരു ഇൻഫർമേഷൻ ആട്ടോ. കാര്യം പലരും ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചില ആളുകൾ സാർ ഏത് ടെക്സ്റ്റ് മേടിച്ച് വെച്ച് പഠിക്കും. അപ്പോൾ അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഒരു ടെക്സ്റ്റ് മേടിച്ച് വെച്ച് പഠിച്ചാലൊന്നും നമുക്ക് എക്സാം കിട്ടത്തില്ല. അവിടെ നമ്മൾ ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ വർക്കൗട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ ബിഗിനേഴ്സ് മെറ്റീരിയൽ 3-4 പ്രാവശ്യം ചെയ്ത് പഠിക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ആവും. ഗ്രീഷ്മ മിസ് വർക്കൗട്ട് സെഷൻ തന്നെ കഴിയുമ്പോഴേക്കകത്ത് അത് വീണ്ടും ചെയ്യിപ്പിക്കുവായിരുന്നു. അത് ചിലതൊക്കെ ചെയ്യാത്തതിന് മിസ്സിന് ദേഷ്യം വന്ന് വീണ്ടും അടുത്ത ദിവസം അത് ബുക്കിൽ 25 ക്വസ്റ്റ്യനും ചെയ്തുകൊണ്ട് വരാനൊക്കെ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്തല്ലോ. ഇപ്പൊ ജിബിനെ സംബന്ധിച്ച് ജിബിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാനത് കാണുന്നത്. ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് ജിബിന്റേതായ രീതിയിൽ സക്സസ് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. അത് അപ്പം ഈ മെറ്റീരിയൽസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ക്ലാസ്സുകൾ ഇത് ചെയ്തു. മോക്ക് എക്സാംസ് ഒക്കെ എഴുതി നോക്കുമായിരുന്നു. ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ സ്പീഡ് ദിവസം ഒരു 2 എണ്ണം ചെയ്യുമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം മറ്റവനും നിന്റെ കൂടെ ചെയ്യുമായിരുന്നു. അപ്പൊ നിങ്ങളൊരു ഒരുമിച്ചാണ് എല്ലാ പരിപാടി അല്ലേ? ഓക്കെ. ഇപ്പം ടെക്നിക്കല് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം പഠിച്ചങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു നോളജ് ഉണ്ട്. പിന്നെ അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിനുവേണ്ടി ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് മോക്ക് ചെയ്യും. പിന്നെ അന്ന് തന്നെ അതിന്റെ ഫാക്റ്റും അതെല്ലാം പഠിച്ച് എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ മെയിൻലി ടെക്സ്റ്റ് ബുക്കിന്റെ MEDC അതുപോലുള്ള കുറെ ടെക്നിക്കലിന്റെ പഠിക്കാനായിട്ട് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബുകളിലും വരുന്ന വീഡിയോസ് കാണാറുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പല സോഴ്സുകൾ ഇതിനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സ്ഥലം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഇനി പുതുതായിട്ട് ഇപ്പം ഇതിലേക്ക് ഇറങ്ങാനുള്ള ആളുകൾക്കോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയിൽവേ SSC എക്സാമുകളെ പറ്റി, റെയിൽവേ SSC എക്സാംസ് ചെറിയ പ്രായത്തിൽ ജോലി നേടാൻ സഹായിക്കുന്ന പരീക്ഷകളാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പം ജിബിൻ്റെ നാട്ടിലുള്ളവരോടും നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരോടും പറയാനുണ്ടെങ്കിൽ പറയാം. ഹാർഡ് വർക്കും ഒരു മോട്ടിവേഷനും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് നേടിയെടുക്കാവുന്നതാണ്.
പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ജിബിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ജിബിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.